പുല്ലേ മണം കാട്ടെ ഓർമ്മയുണ്ട് ഈ മുഖം. Don't try to play the fool with me, Nikesh. അല്ലേ ആണല്ലേ? അതെ. വേൾഡ് കപ്പിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷെ എനിക്ക് റൊണാൾഡോനെയാണ് ഇഷ്ടം. ആരെ? റൊണാൾഡോ. ബിഗ് ബോസ് സീസൺ 10 വെറോണിക്ക ഉണ്ടാവോ? ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ ആരും പൊങ്കാലിടരുത്. ഈ ലവ് ഓർ മണി ചോദിച്ചപ്പോ ലവ് പറഞ്ഞില്ലേ? ഇന്ന് ലവ് ഉണ്ടായിരുന്നോ? സബ്സ്ക്രിപ്ഷന്റെ എന്തോ പരിപാടി ഉണ്ട്, അതില് ഭയങ്കര എന്തോ ഹോട്ടായിട്ട് എന്തെങ്കിലും ഇട്ടാലല്ലേ ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ ചെയ്യുള്ളൂ. ഞാൻ എന്തിടാനാ? പാമ്പ് കടിച്ചത് അറിഞ്ഞില്ല. അറിഞ്ഞില്ല. ഞാൻ ICUല് ഇങ്ങനെ കിടക്കാണ്. അന്നേരം അച്ഛൻ വന്നിട്ട് പറയാ, എന്റെ കുട്ടീനെ പാമ്പ് കടിച്ചതല്ല, പാമ്പിനെ കൊണ്ട് കൊത്തിച്ചതാണ്. വെറോനിക്കേനെ തന്നെ തേടി പിടിച്ചത്. ഡോക്ടർ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞത്. മോളെ കണ്ടപ്പോ ഒരു ലവ് ബീറ്റ് തന്നിട്ട് പോയി. ലവ് ബീറ്റ് ലവ് ബൈറ്റ് സാധനം തന്നിട്ട് പോയി പറഞ്ഞു. കണ്ണേ കലമാനെ കണ്ണിമയിലുന്നേ കണ്ടേനുനേ. അടുത്തത് നമ്മൾ പോകാൻ പോകുന്ന ഒരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്കാണ്. അതെന്താന്ന് വെച്ചാല് അപ്പം ജസ്റ്റ് ദിസ് ഓർ ദാറ്റ് ചോദിക്കും. എന്ന് വെച്ചാൽ എന്താണോ വേണ്ടത്. ഇപ്പം ലവ് ഓർ മണി സാധനല്ലേ. അപ്പൊ എന്താ വേണ്ടത് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീൽസ് ഓർ സ്റ്റോറീസ്? റീൽസ് ആണ് ഇഷ്ടം. ലവ് ഓർ മണി? ഒബ്വിയസ്ലി ലവ്. ഓക്കെ. ടീ ഓർ കോഫി? ടീ കുടിച്ചിട്ടാ ഞാൻ അങ്ങനെ ഉണങ്ങി പോയെ. ടീ മാത്രമേ കുടിക്കാറുള്ളൂ? എപ്പോഴും കുടിക്കുക, അതൊരു അഡിക്ഷൻ ആയിപ്പോയി. ടീ വേണോ? വേണ്ടട്ടാ. ഞാൻ അതാണ് ചേച്ചി ചോദിച്ചപ്പോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. നിർത്താൻ നോക്കട്ടെ. ഞാൻ സാധനം നിർത്താൻ നോക്കാണ് അഡിക്ഷൻ. കട്ടന് ഭയങ്കര അഡിക്റ്റാ. ഓക്കെ. ഈ ലവ് ഓർ മണി ചോദിച്ചപ്പോ ലവ് പറഞ്ഞില്ലേ? ഇന്ന് ലവ് ഉണ്ടായിരുന്നോ? അതൊന്നും വേണ്ടട്ടോ. സർപ്രൈസ് ആണ്. എപ്പോഴും ഉണ്ട്. എന്ത് ലവ്? എന്തെന്ന് ലവ് ഉണ്ടോ? സർപ്രൈസ് ആണെന്ന് പറഞ്ഞ അല്ല, ഉണ്ടോ ഇല്ലയോ എന്ന് പറയല്ലോ. ആളുടെ പേര് പറയണ്ട. എന്ത് ഉണ്ടോ ഇല്ലേന്നൊക്കെ അത് ഞാൻ പിന്നെ പറയാം, ഇപ്പൊ പറയണ്ട. സിംഗിൾ ലൈഫ് ഓർ റിലേഷൻഷിപ്പ് ലൈഫ്? ഏതാണ് ഇഷ്ടം? റിലേഷൻഷിപ്പ് ലൈഫ്. ആണോ? ആർക്കാ സിംഗിൾ ആയിട്ട് ഇഷ്ടം? കുറെ പേർക്ക് സിംഗിൾ ആയിട്ട് നിൽക്കാൻ ഇഷ്ടം. ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനെ ഒറ്റക്കൊന്നും നിൽക്കാൻ ഇഷ്ടമല്ല. എനിക്കിങ്ങനെ നാലാൾക്കാരോട് വർത്താനൊക്കെ പറഞ്ഞ് റിലേഷൻ ദേശങ്ങൾ മറ്റേതായിരിക്കാം. അല്ലേ? ലവ് അല്ലേ? ലവ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സിംഗിൾ ഓർ ലവ് എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ലവ് ആയിട്ടിരിക്കാൻ ഇഷ്ടം. അതെന്തുകൊണ്ടാ? ഞാൻ മനുഷ്യനല്ലേ, എനിക്ക് ലവ് ഉണ്ടാവില്ലേ? മനുഷ്യന്മാർക്ക് മാത്രല്ല ലവ് ഉണ്ടാവുക, മൃഗങ്ങൾക്കും ലവ് ഉണ്ടാവും. അതറിയില്ല. അല്ല, എനിക്ക് ലവ് വന്നോ? ലവ് ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം. അല്ല, മനുഷ്യന്മാരായോണ്ട് ലവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതെ. എന്തുകൊണ്ടാണ്? അപ്പൊ എന്തുകൊണ്ടാണ് ലവ് ചെയ്യണം എന്ന്, ലവ് സിംഗിൾ ലൈഫ് ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം എന്താ? എനിക്ക് ലവ് വെക്കാൻ ഇഷ്ടം. അത്രേ ഉള്ളൂ. അതിന് റീസൺ ഒന്നുമില്ല. റീസൺ എന്ന് പറഞ്ഞാൽ നല്ലൊരാളെ കിട്ടിയ നല്ലതല്ലേ ലവ്? നല്ലൊരാളെ കിട്ടിയ നല്ലതാണ് ലവ്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക സിംഗിൾ ലൈഫ് ഇതൊന്നും ഉദ്ദേശിക്കണം, എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ കൊറേ പേരുണ്ട് ഇപ്പൊ സിഗ്മ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ. അപ്പൊ കല്യാണം ഒന്നും വേണ്ടി അത് അവർക്ക് നല്ലൊരു ആളെ കിട്ടാത്തതിന്റെ പ്രശ്നമായിരിക്കും. നമുക്ക് നല്ലൊരാളെ കിട്ടിയോണ്ട് നമുക്ക് ലവ് ലൈഫാണ്. എങ്ങനെ? ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്? ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ് ചോദിച്ചാൽ യൂട്യൂബ് ആണ് ഇഷ്ടം. അതെന്താ? യൂട്യൂബിനല്ലേ പൈസ കിട്ടാ? ഇൻസ്റ്റഗ്രാം പൈസ തരുന്നില്ലല്ലോ. എന്ത് കിട്ടാനാ? നമ്മളെ ഈ സബ്സ്ക്രിപ്ഷന്റെ എന്തോ പരിപാടി ഉണ്ട്, അതില് ഭയങ്കര എന്തോ ഹോട്ടായിട്ട് എന്തെങ്കിലും ഇട്ടാലല്ലേ ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ ചെയ്യുള്ളൂ. ഞാൻ എന്തിടാനാ? ഹോട്ടായിട്ടുള്ള ചേച്ചിട്ടോ? ഞാനിടൂല. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ? കേട്ടില്ല, എന്താ പറഞ്ഞ? മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഔൾ? രാവിലെ എഴുന്നേക്കുന്നതാണോ ഇഷ്ടം, രാത്രി എത്ര നേരം വേണമെങ്കിലും ഇരിക്കുന്നതാണോ ഇഷ്ടം? രാവിലെ സത്യം പറഞ്ഞെങ്കിൽ എണീക്കാൻ പറ്റാറില്ല. എനിക്ക് തോന്നിയായിരുന്നു മെസ്സേജ് രാവിലെ കാണാനല്ലേ. രാത്രി ഇരിക്കാനാണ് ഇഷ്ടം. ഓക്കെ. രാവിലെ അപ്പം എത്ര മണിക്ക് എഴുന്നേക്കാറ്? അത് ഓരോ ദിവസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വർക്ക് ഉള്ളതനുസരിച്ചിരിക്കും. ഓക്കെ. ഇപ്പൊ എന്ത് വർക്കിനാ പോവാറ്? ഇപ്പോ ഞാൻ പറഞ്ഞല്ലേ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങളായിട്ട് പോണുണ്ട്. പിന്നെ തട്ടിമുട്ടി ചെറുകിട
പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. നഴ്സിംഗിന് ഏത് കോളേജിലാണ് പഠിക്കണേ? ഹോപ്കിൻസ്, ബാംഗ്ലൂർ. ബാംഗ്ലൂരാണ് പഠിക്കണേ. അപ്പം ഇവിടെ ആലുവയിൽ നമുക്ക് വരേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ അങ്ങനെ വന്നതാ. ഓക്കെ. ഫെയിം ഓർ പ്രൈവസി? ഫെയിം ഓർ പ്രൈവസി? ഇപ്പൊ ഞാൻ പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ട് ചേച്ചി. ഇപ്പൊ ഫെയിം വേണ്ട, പണ്ട് ഫെയിം ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ പ്രൈവസി, ഇപ്പൊ എവിടെ പോയാലും ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് നമുക്കൊരു പ്രൈവസി ഇല്ലല്ലോ. ഒരു പ്രൈവസി എന്ത് ചെയ്താലും കുട്ടിയല്ലേ. ആദ്യമൊക്കെ അത് ഇഷ്ടമായിരുന്നു, ഇപ്പൊ പ്രൈവസി മതി. ഓക്കെ. ഷോപ്പിംഗ് ഓർ ട്രാവലിംഗ്? ട്രാവലിംഗ്. എങ്ങോട്ട് പോകാൻ ഏറ്റവും ഇഷ്ടം? എങ്ങോട്ട് പോകാൻ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ അട്ടപ്പാടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അട്ടപ്പാടിയോ? അതെന്താ? അട്ടപ്പാടി നല്ലതല്ലേ? അതെ. മഴക്കാലത്തൊക്കെ അടിപൊളിയാ ചേച്ചി. നല്ല തണുപ്പ് ഭയങ്കര ഇഷ്ടമാണോ? തണുപ്പ് ഭയങ്കര ഇഷ്ടമാണോ ചോദിച്ചാൽ തണുപ്പ് നല്ലതല്ലേ, നല്ലതാണ്. ചൂടിനേക്കാളും നല്ല തണുപ്പല്ലേ. അട്ടപ്പാടി ആരുടെ ഒപ്പം പോകാനാ ഇഷ്ടം? നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫാമിലി. മേക്കപ്പ് ഓർ നോ മേക്കപ്പ്? മേക്കപ്പ്. ഇപ്പൊ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ? ഇപ്പൊ ബ്ലഷ് ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു റീല് കണ്ടായിരുന്നു, ഞാനത് വായിക്കാം. എന്തായിരുന്നു ചേച്ചി അറിയില്ല? പറഞ്ഞുതരാം. കുറെ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, സമാധാനം വേണം, അതെനിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അതെന്താ അങ്ങനെ ഒരു റീല് പോസ്റ്റ് ചെയ്യാൻ കാരണം? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു റീല് ഞാൻ പോസ്റ്റ് ചെയ്തു. അതെന്താ സിറ്റുവേഷൻ? എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ നോക്കുകയാണല്ലേ. ഞാൻ തരൂലെന്ന് പറഞ്ഞിരിക്കല്ലേ. ഒന്ന് ചെയ്തതിന്റെ തന്നെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആ ട്രോമ മാറിയിട്ട് വിളിച്ചാൽ മതിയായിരുന്നു. പറയും, എന്തായിരുന്നു ആ സിറ്റുവേഷൻ? ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ അത് ഞാൻ എനിക്ക് വയ്യാണ്ടിരിക്കുന്ന ടൈമിൽ എങ്ങാനും ഇട്ട ഒരു റീലാണ്. എന്താ ചെയ്താ? അത് പാമ്പ് കടിച്ചപ്പോഴാണോ? അല്ല, പാമ്പ് കടിക്കുന്നതിന് മുമ്പ്. ഞാനത് കേട്ടു, പാമ്പ് കടിച്ചത് അറിഞ്ഞില്ല. അറിഞ്ഞില്ല. ഇത് അടയാള. അതും കയ്യിലാ കടിച്ചത്? കയ്യിലാ കടിച്ചേ. എങ്ങനെ? കോമഡി കേൾക്കണോ? ഞാൻ ICUയിൽ ഇങ്ങനെ കിടക്കാണ്. അന്നേരം അച്ഛൻ വന്നിട്ട് പറയാ, എന്റെ കുട്ടീനെ പാമ്പ് കടിച്ചതല്ല, പാമ്പിനെ കൊണ്ട് കൊത്തിച്ചതാന്ന്. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? വയസ്സായതല്ലേ, അന്നേരം ചിരിക്കാൻ പറ്റൂലല്ലോ. നേരെ നമ്മൾ ICUയിൽ ട്രിപ്പൊക്കെ ഇട്ട് കിടക്കാണല്ലോ. അല്ല, അപ്പം എന്തുകൊണ്ടായിരുന്നു പാമ്പ് കടിച്ചത്? ശരിക്കും ഞാൻ കണ്ടില്ല, സത്യമായിട്ട് കണ്ടില്ല. അതെങ്ങനെ കാണാതിരിക്കുക? നമ്മുടെ കാലിലും എല്ലോ ആയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ കഴിഞ്ഞത് ചൂടുകാലല്ലായിരുന്നോ, അപ്പൊ നമ്മള് ജനവാതിലൊക്കെ തുറന്നിട്ടല്ലേ കിടക്കുക. ഇനി അതുവഴി വന്നതാണോ? ഒറ്റയ്ക്കാണോ താമസിക്കണേ? ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അല്ല, ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. പാമ്പിന് ചിലപ്പോ എന്നെ കണ്ടപ്പോ ഒന്നൊരു ഉമ്മ വെക്കാൻ തോന്നി കാണാം. ഇത്ര ഫ്രണ്ട്സ് ഉണ്ടായിട്ട് വെറോനിക്കേനെ തന്നെ തേടി പിടിച്ചത്. ഡോക്ടർ അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞത്, മോളെ കണ്ടപ്പോ ഒരു ലവ് ബീറ്റ് തന്നിട്ട് പോയി. ലവ് ബൈറ്റ് സാധനം തന്നിട്ട് പോയി പറഞ്ഞു. അങ്ങനെ ലവ് ബൈറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ആരുടെ അടുത്തുനിന്ന്? പാമ്പിന്റെ അടുത്ത് നല്ലാതെ. എന്തെന്ന്? പാമ്പിന്റെ അടുത്ത് നല്ലാതെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത്ര വലിയ തെറ്റൊന്നുമല്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത്. ചേച്ചിക്ക് കണ്ടിട്ട് കൊറേ കിട്ടിയ പോലെ ഉണ്ട്. എനിക്കങ്ങനെ കിട്ടിയിട്ടില്ലടാ. ദീനരോധന ആരെങ്കിലും മനസ്സിലാക്കി തന്നാലേ ഉള്ളൂ. ചെറു പുഞ്ചിരിയൊക്കെ വിടുന്നുണ്ട് ഇടയ്ക്ക് ചേച്ചി ഇതൊക്കെ പറയുമ്പോ അല്ലേ. അത് നീ പറയുന്ന ഒരു ടോൺ കേട്ടിട്ടാ. നമ്മള് ഫേമസ് ആയത് മിമിക്രിയിലൂടെയാണ്. ആരെങ്കിലൊക്കെ മിമിക് ചെയ്തിട്ടാണല്ലോ, അല്ലേ? ആണെന്ന് തോന്നുന്നോ? അങ്ങനെ പറയല്ലേ, നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടി നമുക്കുള്ള കഴിവില്. എന്തിട്ടാലും വൈറലല്ലേ? അതെ, ഏതാ പറയാ? എന്തിട്ടാലും വൈറലായതൊരു കൺഫ്യൂഷനാണ്, ഏതിട്ടിട്ടാ വൈറലായെന്നല്ല. ആൾക്കാർക്ക് എന്തിനും ഇഷ്ടാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സ്വന്തം വീട്ടിലൊരു മോളെ പോലെയൊക്കെയാണ് എല്ലാരും കാണുന്നതെന്ന് തോന്നുന്നു, അല്ലെ? അതെ. പുറത്തുനിന്നൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇന്നലെ മോളേന്നൊക്കെ വിളിച്ചു വരുമ്പോ അങ്ങനെ പറയും, സങ്കടപ്പെടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിക്ക് പിടിക്കും ചിലര്. അപ്പം നമുക്ക് വേണ്ടിട്ടേ മിമിക്രി ചെയ്യാൻ പോകുന്നത്. ചെയ്യാം. എന്താ ചെയ്യണ്ടേ? ഏതാ ചെയ്യണ്ടേ? സുരേഷ് ഗോപിനെ പിടിച്ചാലോ നമുക്ക്? സുരേഷ് ഓക്കെ അല്ലേ? ചിലപ്പോ ശരിയുള്ളൂ കേട്ടാ. ക്യാമറ നോക്കിട്ടാ പറയണ്ടേ? റെഡി ആവില്ല. എവിടെ നോക്കി പറയണ്ട? എന്നെ നോക്കി പറഞ്ഞു. പുല്ലേ മണം കാട്ടെ, ഓർമ്മയുണ്ട് ഈ മുഖം?
ഇത് സുരേഷ് ഗോപിന്റെ ആണ് കേട്ടോ. ഇങ്ങനെയാണോ സുരേഷ് ഗോപിയുടെ സൗണ്ട്? അല്ല, പിന്നെ പുള്ളിയുടെ ഡയലോഗാ ഞാൻ പറഞ്ഞത്. ഡയലോഗ് മാത്രമേ, നമുക്ക് ആ സൗണ്ടും കൂടി വരുത്ത്, കുറച്ചും കൂടി ഒന്ന് ശ്രമിച്ച സൗണ്ട് വരും. നോക്ക്. വേണ്ട വേണ്ട. എന്നാലും ഒന്നുകൂടി വേറെ അടുത്തത്. ഓക്കെ, അടുത്തത് ഏതാ വേണ്ടേ? അടുത്തത് നമുക്ക് ബീന ടീച്ചറാണ്. ബീന ടീച്ചർ, എന്റെ സ്കൂളിലെ ബീന ടീച്ചർ. ഓക്കെ. നമുക്ക് ഫിസിക്സിന്റെ ടീച്ചറാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലാണോ? പണ്ട് പഠിച്ചതാ. എനിക്കറിയില്ല കേന്ദ്രം ഏതാ. ചേച്ചി ഫിസിക്സിൽ പഠിച്ചിട്ടില്ല? ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു, മലയാളത്തിൽ എനിക്കറിയില്ല. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ന്യൂട്ടന്റെ ചലനോ? ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണോ അത് ഉദ്ദേശിച്ചത്? അതെ. അതിന്റെ മലയാളം എനിക്കറിയില്ലടാ. അങ്ങനെയാണ് ബീന ടീച്ചറെ. ആ, പിന്നെ ഇനി പറയാം. പൂച്ച. പൂച്ച, ആ പൂച്ചനുണ്ടായി. അല്ലേ? ആണല്ലേ? അതെ. ഇനി പശു. പശു അല്ലേ? ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം പറ്റി. ഇപ്പൊ നമ്മൾക്ക് പല ക്രഷുകളൊക്കെ ഉണ്ടായില്ല ലൈഫിൽ, അല്ലേ? സിനിമയിലൊക്കെ കാണുമ്പം ഇയാളെ കെട്ടിയാ കൊള്ളായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആരും തോന്നിയിട്ടില്ല. സെലിബ്രിറ്റി ക്രഷ് ഒന്നും ഇല്ലേ? ഇല്ല. അതെന്താ? എന്തിനാ അങ്ങനെ? സെലിബ്രിറ്റീനെ ഒന്നും ഇഷ്ടമല്ല? സെലിബ്രിറ്റി എന്ന് പറയുമ്പോഴേക്ക് മമ്മൂട്ടി, മോഹൻലാല്, സുരേഷ് ഗോപി ഒക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഇവര് മാത്രമേ. വിജയണ്ണൻ. അല്ല, ഇതിനകത്ത് ആരോടെങ്കിലും അഗാധമായ ഒരു പ്രണയമൊക്കെ തോന്നിച്ചു? എനിക്ക് അങ്ങനെ അവരോടൊന്നും പ്രണയം തോന്നി. ഓരോക്കെ ഓൾറെഡി സെറ്റ് അല്ലേ, കല്യാണം കഴിച്ച് കുട്ടികളായില്ലേ. ഇനിയിപ്പോ ഞാൻ നോക്കിട്ട് എന്തെന്നാ കാര്യം? ഒരു കാര്യമില്ല. ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കാത്ത കുറെ നടന്മാരുണ്ടല്ലോ, അവരാരെങ്കിലും സെലിബ്രിറ്റി ക്രഷസ് ആയിട്ട് അതുപോലെ ബാക്കിലൊക്കെ പോയിട്ട് എന്തെന്നാ കാര്യം? ഒരു കാര്യമില്ല, നടക്കൂല. ഒരു ഭയങ്കര ബിസി ലൈഫ് അല്ലേ. നമുക്ക് ബിസി അല്ലാത്ത ഒരാളെയാണ് താല്പര്യം. ഇപ്പൊ മെസ്സേജസ് വരാറുണ്ടോ ക്രഷ് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട്? എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. തോന്നിയിട്ടില്ല. അതിന്റെ വിഷമമുണ്ടോ? ഇല്ലേക്കില്ല. എനിക്കില്ല. എനിക്ക് ഓൾറെഡി ഒരാളുള്ളതുകൊണ്ട് വിഷമമൊന്നുമില്ല. ഏതാള്? ഉണ്ട്, അതൊക്കെ അറിയാം. ഇല്ലട്ടോ, അതൊക്കെ അറിയണേ. ഇപ്പൊ മലപ്പുറത്താണോ ആള്, ആലുവക്കാരനാണോ എന്ന് മാത്രം എനിക്ക് അറിയാം. നമ്മുടെ ലൈഫിൽ ഒരുപാട് സീക്രറ്റ്സ് ഉണ്ടാവല്ലോ, ആരും അറിയാതെ നമ്മൾ ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ. അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഇപ്പൊ റിവീൽ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? സീക്രറ്റ്സ് ആരെങ്കിലും റിവീൽ ചെയ്യോ ചേച്ചി? ഇവിടെ റിവീൽ ചെയ്യാനാണല്ലോ നമ്മൾ ടാസ്ക് തരുന്നതാണല്ലോ. ആരെങ്കിലും റിവീൽ അപ്പൊ സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താ ചേച്ചി? അല്ല, ടാസ്ക് തരുമ്പോ നമ്മളത് റിവീൽ ചെയ്യണമല്ലോ. എങ്ങനെ? ടാസ്ക് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം. നമ്മൾ ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോ സീക്രട്സ് ഒരു എല്ലാ സീക്രട്ടും വേണ്ട, ഒറ്റൊരു സീക്രട്ട് പറ. സീക്രട്ട് ഇല്ല. സീക്രട്ട് ഇല്ലേ? എല്ലാം എല്ലാവരെയും അറിയിച്ചിട്ടാണോ ചെയ്യാറ്? എന്ത്? അല്ലല്ലോ, ഞാനൊന്നും അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. ഈ കുട്ടി എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. പറ ചേച്ചി. സീക്രട്ട് എന്താ? സീക്രട്ട് ഒന്നുമില്ല, എല്ലാം ഞാൻ വീട്ടുകാരോട് പറയും. എല്ലാം വീട്ടുകാരോട് പറയും. വെറോനിക്ക എന്നുള്ള ഒരു പേര് ആരായിട്ടത്? ഞാൻ അങ്ങനെ അധികം പേർക്കൊന്നും കേൾക്കാത്ത ഒരു പേര്. വീട്ടുകാര് അല്ലാതെ നാട്ടുകാരോട്. വീട്ടിലാരാണ് ഇട്ടത്? വീട്ടില് ആരാ ഉള്ളവരിട്ട്? വീട്ടിലാരാ ഉള്ളേ അതറിയണ്ടേ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ 2 ബ്രദേഴ്സ് ഉണ്ട്. അവരിൽ ആരാ ഇട്ടേ? അവരിൽ ആരാ ഇടുക? അച്ഛനല്ലേ ഒബ്വിയസ്ലി ഇടുക. അങ്ങനെയൊന്നുമില്ല. എന്റെ പേര് അച്ഛന്റെ പെങ്ങളായിട്ടത്. എന്റെ അച്ഛനായിട്ടത്. ഓക്കെ, നല്ല പേരാണ്, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര്. ചേച്ചിന്റെ നല്ല പേരാണ് അന്ന. ചേച്ചി, എനിക്കാ മറ്റേ റേഡിയോ മാംഗോന്റെ സാധനം. റേഡിയോ മാംഗോന്റെ ചെയ്യാം. അപ്പൊ നമ്മള് അടുത്തൊരു സെഷനിലേക്ക് പോവാണ്. റേഡിയോ മാംഗോയിലെ ആ ഒരു ചേച്ചീനെ നമ്മുടെ വെറോനിക്ക കുട്ടിപ്പ അഭിനയിച്ചു കാണിക്കും അല്ലേ? ഓക്കെ. റേഡിയോ മാംഗോ നാട്ടിലെങ്ങും പാട്ടായി. അപ്പൊ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്ന അന്നക്കുട്ടിയാണ്. ഹലോ അന്നക്കുട്ടി. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മോൾക്ക് ഏത് പാട്ടാണ് ഇഷ്ടം? കണ്ണേ കലമാനെ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അപ്പൊ നമുക്ക് അന്നക്കുട്ടിക്ക് വേണ്ടി കണ്ണേ കലമാനെ എന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. താങ്ക് യു. കണ്ണേ കലമാനെ കന്നിമയിലുന്നേ കണ്ടേനു നാനേ, കണ്ണേ കലമാനെ കന്നിമയിലുന്നേ കണ്ടേനു നാനേ.
ஆண்டவனே இதுதான் கேள்கிறேன் ராரிராரோ ஓராரிரோ ராரிராரோ ஓராரிரோ கண்ணே கலைமானே கண்ணிமயில் உன்னை കണ്ടേൻ ഉന്നെ നാനേ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഫുട്ബോൾ വേൾഡ് കപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഏത് ടീമാ? വേൾഡ് കപ്പിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല, പക്ഷെ എനിക്ക് റൊണാൾഡോനെയാണ് ഇഷ്ടം. ആരെ? റൊണാൾഡോ. ഏത് ടീമിലാ പുള്ളി? അതാ ഞാൻ പറഞ്ഞു ഫസ്റ്റ് അത് അറിയില്ല. അത് വെറുതെ എന്തിനാ ചീത്ത കേൾക്കുന്ന ആൾക്കാർ. ചീത്ത കേൾക്കണ്ട. ഓക്കെ, ഭയങ്കര ഇഷ്ടമാണോ പുള്ളിനെ? ആ, ഇഷ്ടാ, നല്ല ഇഷ്ടാ. റൊണാൾഡോനെയാണോ ഉദ്ദേശിച്ചത്? അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോ. പുള്ളി ഏത് ടീമിലാന്ന് അറിയോ? ഇല്ല. പോർച്ചുഗലിലാണ്. ഓക്കെ, മറക്കോ? ഇല്ല. ഞാൻ അടുത്ത ഇന്റർവ്യൂവിന് പോകുമ്പോ ഇത് തെറ്റിക്കരുത് കേട്ടോ. എല്ലാ ഇന്റർവ്യൂവും കഴിയുമ്പോ നോളജ് പഠിക്കുന്നില്ലേ? അല്ല, എല്ലാരും ഇങ്ങനെ പറയും, ഇനി അടുത്തത് തെറ്റിക്കരുത് കേട്ടോ മോളെ, ഇത് ചോദിച്ചത് പറയണമെന്ന് പറയും. ഇത് തെറ്റിക്കരുത്. ഇനി തെറ്റിച്ചു കഴിഞ്ഞാൽ എല്ലാരും എന്നെയാ പറയാ, നമ്മള് പഠിപ്പിച്ചു കൊടുത്ത ആളല്ലേ പറയാ, അതുകൊണ്ട് ഇത് തെറ്റിക്കരുത് കേട്ടോ. ടീച്ചറാ? ടീച്ചറായിരുന്നു, ഇപ്പൊ ടീച്ചറല്ലേ, ഇപ്പൊ സ്റ്റുഡന്റാ. അപ്പം ബിഗ് ബോസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹമാണ് ബിഗ് ബോസിൽ പോകണമെന്ന്. ഇതുവരെ നിലവിൽ കോള് വന്നിട്ടുണ്ടോ? ഇല്ല. കോള് വരണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ബിഗ് ബോസ് സീസൺ 10 വെറോണിക്ക ഉണ്ടാവോ? ഉണ്ടാവണം എന്നാണ് എന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ ആരും പൊങ്കാലിടരുത്. വിളിക്കാതിരിക്കില്ല. വിളിക്കോ? ആ, പേടിയുണ്ടോ അപ്പൊ വിളിക്കോന്നാ? വിളിക്കും. ലാൽ ചേട്ടനാണോ വിളിക്കുക? ലാലേട്ടനാണോ വിളിക്കുക? ലാലേട്ടൻ വിളിക്കില്ല, വേറെ ആരെങ്കിലും. ബിഗ് ബോസിന്റെ ചേട്ടൻ വിളിക്കും. ബിഗ് ബോസിന്റെ ചേട്ടൻ സർഗാർ സാർ വിളിക്കണമെന്നില്ല, വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും വിളിക്കുക. മാർക്കറ്റിംഗ് ടീമിൽ നിന്നൊക്കെ ആയിരിക്കും വിളിക്കുക. ഇപ്പൊ വെറോണിക്ക ഇപ്പൊ അവര് വിളിച്ച് ചോദിക്കുകയാണ്, എനിക്ക് ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? പേയ്മെന്റ് കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. പേയ്മെന്റ് കിട്ടുമോ? പേയ്മെന്റ് കിട്ടില്ലേ? കുറച്ച് കിട്ടൂല്ലേ? അതിന് നമ്മൾ എന്തോ അപ്ലൈ ചെയ്യണ്ടേ? അതിന്റെ എന്തൊക്കെയോ എന്താ അപ്ലൈ ചെയ്യണ്ടേ? പേയ്മെന്റിനൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവരായിട്ട് സംസാരിച്ചാൽ മതി. നമ്മള് പോരുമ്പോ കിട്ടൂലേ പൈസ? ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. ഫ്ലാറ്റ് കിട്ടണം. ഫ്ലാറ്റ് കിട്ടിയിട്ട് ഫ്ലാറ്റിൽ പോയി കിടന്നിറങ്ങും. അത് വിൽക്കാനൊന്നുമില്ല, ഫ്ലാറ്റ് എന്തായാലും എനിക്ക് വേണമല്ലേ? ഓക്കെ. അപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ലാൽ ചേട്ടനെ കണ്ടിട്ട് കൈയൊക്കെ കൊടുക്കും. കൈ കൊടുത്തിട്ട് പിന്നെ അവിടെ ഗെയിംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ അടിപിടി നായാട്ട്. അടിപിടി ഉണ്ടാക്കാൻ നല്ല ഇഷ്ടാ. കുറച്ചൊക്കെ ആരായിട്ട് അടിപിടി ഉണ്ടാക്കാം? അങ്ങനെയല്ല, രസമല്ലേ അവിടെ ഗെയിംസ് ഒക്കെ. മീൻസ് നമ്മളെന്തായാലും 2 ടീമാക്കും, അപ്പൊ നമ്മളെ എതിർ ടീം എനിമി ആയിരിക്കും, നമ്മുടെ എനിമി ആയിരിക്കും. നല്ല രസല്ലേ? നല്ല രസമാണ് ഇങ്ങനെ അടിപിടിയൊക്കെ ഉണ്ടാക്കി എനിമീസ് ഒക്കെ ഉണ്ടാക്കി പോവാൻ. അടിപിടി ഇല്ല കേട്ടോ, കളിച്ച് മീൻസ് നല്ല ഇതായിട്ട് കളിച്ച് നല്ല ഇതായിട്ട് പോവാനായിട്ട് നല്ല ഇഷ്ടമാണ്. വെറുതെ ഇരിക്കാൻ ഇഷ്ടമല്ല? ഇല്ല, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കാനൊക്കെ ഇഷ്ടം. എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കാനാണോ ഇഷ്ടം? ഓക്കെ. അപ്പം ബിഗ് ബോസിൽ പോകണം എന്നുള്ള വലിയ ആഗ്രഹം നടക്കട്ടെ. വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ലൈഫില്? വേറെ ആഗ്രഹം എന്ന് പറയണത് വീട് വെക്കണം. പിന്നെ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹം? റീലല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാം? എനിക്ക് അൾട്ടിമേറ്റ് പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വീടൊക്കെ വെച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു 10 പിള്ളേരൊക്കെ ആയി. 10 പിള്ളേരോ? അതാ ഇഷ്ടം. 10 പിള്ളേരൊക്കെ ആയി നല്ല രസമല്ലേ, എല്ലാരും കൂടെ കൂടി ട്രിപ്പൊക്കെ പോയി നല്ല ഫുഡൊക്കെ കഴിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി ലൈഫാണ് ഇഷ്ടം. അപ്പം നമ്മൾ പല കുട്ടികളിലും കാണാത്തൊരു കാര്യമാണ്, ഇപ്പം ചെറിയ പ്രായത്തിൽ തന്നെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. അതെന്തുകൊണ്ട് പൈസ ഉണ്ടാക്കണം എന്ന് തോന്നാൻ കാരണം? പൈസ ഉണ്ടാക്കിയാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. അതെങ്ങനെ മനസ്സിലായി? എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായോ ലൈഫിൽ പൈസ ഇല്ലാത്തത് കൊണ്ട്? എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടി പോവോ? ഇല്ല, പറഞ്ഞോടാ. ചേച്ചി പൈസ വേണ്ട എല്ലാത്തിനും. ഒരു മുട്ടായി വാങ്ങാൻ പൈസ വേണ്ടേ? അത് വേണം. ഒരു പിന്ന് സൂചി വാങ്ങാൻ പൈസ വേണ്ടേ? വേണം. ഹോസ്പിറ്റലിൽ പോവാൻ പൈസ വേണ്ടേ? ഗവൺമെന്റിലാണേലും പൈസ വേണ്ടേ? ഒരു 5 രൂപ 2 രൂപ 10 രൂപ പൈസ വേണം. പക്ഷെ ഈ ചെറിയ പ്രായത്തിൽ നമുക്ക് അത് അച്ഛനും അമ്മയും പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് തോന്നൂലാലോ.
പക്ഷേ നിനക്ക് ആ എനിക്ക് തിരിച്ചറിവ് പ്രൊവൈഡ് ചെയ്യാത്തോണ്ട് തോന്നി. അതുകൊണ്ട് തോന്നി. അങ്ങനെ അപ്പം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ബാക്കിയുള്ളവരുടെ കൂട്ടുകാരുടെ ഒക്കെ വീട്ടിൽ അച്ഛനും അമ്മയും കാശൊക്കെ കൊടുക്കണ്ടല്ലോ, എൻ്റെ വീട്ടിലെന്താ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പ്രൊവൈഡ് ചെയ്യാത്തേന്ന് തോന്നിയിട്ടുണ്ടോ? ചെയ്യാത്തേന്ന് തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ? ആലോചിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ആലോചിക്കാറുണ്ട്. ആലോചിക്കാണ്ടിരിക്കില്ലല്ലോ, ഇപ്പൊ എല്ലാവരും ആലോചിക്കും. പിന്നെ വേറെ കാര്യം ആലോചിക്കും, അവർക്കത് ചെയ്തു തരാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയും ചിന്തിക്കും, ഞാൻ ചിന്തിക്കും. ഇപ്പൊ നമ്മള് അങ്ങനെയാണല്ലോ എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മകളെ കിട്ടിയ ആ മാതാപിതാക്കള് ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരല്ലേ? അയ്യോ, സോ ഗ്രേറ്റ്ഫുൾ. ഇപ്പം ഭയങ്കരമായിട്ട് പുറത്ത് ചിരിച്ചു കളിച്ച് നടക്കുന്ന കുട്ടിയാണെങ്കിൽ കൂടിയും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒതുക്കി ജീവിക്കുന്നുണ്ട് തോന്നുന്നു. അങ്ങനെയാണോ? ആണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ പലരും പറയുന്ന കേൾക്കാറുണ്ട് ഇങ്ങനെ. എന്താ കേൾക്കാറ് ചേച്ചി? പുറത്തേക്കൊക്കെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ആൾക്കാര് ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ഒതുക്കി നിൽക്കുന്നവരാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെയാണ്. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എത്രയൊക്കെ അടക്കി പിടിക്കാൻ നോക്കിയാലും ചില സമയത്ത് പൊട്ടിപ്പോവും. മനുഷ്യരാണ്, പൊട്ടിപ്പോകില്ലേ? അപ്പൊ എന്താ ചെയ്യാറ്? ഞാന് പ്രാർത്ഥിക്കും. മീൻസ് വെറുതെ ഇങ്ങനെ വിഷമങ്ങളെല്ലാം ഒരു ദൈവത്തിനോട് പറയും, പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കരയും. പ്രാർത്ഥിച്ച് കരയുമ്പോ ഒരുപാട് വിഷമങ്ങൾ ഇങ്ങനെ മാറാറുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കണൊക്കെ എനിക്ക് എന്താ പറയാ, ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ. മീൻസ് കൈവിടാറില്ല എന്നെ. മനസ്സിലായോ? വെറോനിക്ക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു വിശുദ്ധയുടെയും കൂടി പേരാണ്. ആയിരിക്കാം. അപ്പൊ ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത വെറോനയ്ക്ക് ഒരുപാട് താങ്ക് യു. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നുണ്ട് എന്നറിയാം, പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരിക്കലും അത് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ പേഴ്സണൽ ചോയ്സസ് ആണ്, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മുന്നോട്ട് പോവുക. ഈ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ സ്ട്രെങ്ത് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ആൻഡ് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ പ്രേക്ഷകരോട് എനിക്ക് എല്ലാവരും വീഡിയോസൊക്കെ കാണുക. ചേച്ചി പാവാണ്, എന്നെ വിളിച്ചിട്ട് ആകെ കുടുങ്ങിയിടോ, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ രണ്ടുപേരെയും കേട്ടിരുന്ന ബിഫോർ ബ്ലേസിനെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, വെറോനിക്കയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ബൈ.